ഗുഡ് ഈവനിങ്. ആദ്യമായിക്കൊണ്ട് ഇന്ന് ബലിപെരുന്നാളായിരുന്നല്ലോ. എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. മാത്രമല്ല, ഇന്ന് ആദ്യമൊരു വീഡിയോ ചെയ്തു, രണ്ടാമത്തെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റിലും അതുകൂടാതെ തന്നെ മെസ്സേജിലൊക്കെ വരികയുണ്ടായി. അപ്പോൾ നിങ്ങൾ എക്സാമൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് ജോലി എപ്പോൾ ലഭിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ആലപ്പുഴയുടെ വീഡിയോ ഇന്ന് ഈ രാത്രി തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ 508 പേരാണ് ടോട്ടലി ഉണ്ടായിരുന്നത്. അതിൽ 263 പേര് മെയിൻ ലിസ്റ്റിലും ബാലൻസ് 245 പേര് സപ്ലി ലിസ്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ലിസ്റ്റ് നോക്കിയപ്പോൾ EBT കാറ്റഗറി 89 പേര്, മുസ്ലിം കാറ്റഗറി 43, ജനറൽ കാറ്റഗറി 43, EWS 39, LC 17, അങ്ങനെ മറ്റുള്ള കാറ്റഗറികൾ ആൾക്കാരുണ്ട്. അതേപോലെ സപ്ലിയിലും ഏറ്റവും കൂടുതൽ EBT 56, മുസ്ലിം കാറ്റഗറി 52ആണ്. ആലപ്പുഴയുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ 10 ടീച്ചേഴ്സിൻ്റെ പേര് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് അർച്ചന A. ചന്ദ്രൻ, രണ്ടാം റാങ്ക് അരുണ മോഹൻ, മൂന്നാം റാങ്ക് ശ്രീകുട്ടി. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിൽ വന്ന മൊത്തം ടീച്ചേഴ്സിനെയും അഭിനന്ദിക്കുകയാണ്. നല്ലൊരു എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ വരാൻ കഴിയുള്ളൂ. മറ്റൊരു കാര്യം, PSCയിലുള്ള നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഫയൽ പരിശോധിച്ചപ്പോൾ അഡ്വൈസ് ടോട്ടലി പോയിട്ടുള്ളത് 224 പേർക്കാണ് കാണിക്കുന്നത്. അതിൽ 210 പേർക്ക് ഓൾറെഡി കിട്ടിയതായിട്ടും 14 പേരുടെ പ്രസൻറ്റ് ചെയ്തതായും കാണിക്കുന്നുണ്ട്. പെൻഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർത്തി വെച്ചിട്ട് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയപ്പോൾ ഞാൻ ഇപ്രാവശ്യം മെയിൻ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ മെയിൻ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ 269 പേരാണ് മെയിൻ ലിസ്റ്റിൽ നിന്നും, അതേപോലെ സപ്ലി കാറ്റഗറിയിൽ നിന്ന് 39 പേരാണ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ മെയിൻ ലിസ്റ്റ് മുഴുവനെടുത്ത കാരണത്താൽ എന്താണോ നേരത്തെ പറഞ്ഞ ആ ഒരു എണ്ണം തന്നെയായിരിക്കും എല്ലാ കാറ്റഗറിയിലും ഉണ്ടാവുക. പിന്നെ മറ്റൊരു കാര്യം, PDF ഞാൻ ഉടനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതിൽ നിങ്ങൾക്ക് എടുക്കാം. ചെറിയ നേരിയ മാറ്റങ്ങൾ ഉണ്ടാവാം. അത് നമുക്ക് ഫ്യൂച്ചർ ഡേയ്സിൽ നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.